ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഈ വിധമുള്ള ശ്രീമന്നാരായണീയത്തെ ഭട്ടതിരിപ്പാട് പൊന്നുഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ച അക്ഷരനൈവേദ്യത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഇന്ന് 224 ദിവസം. 224 ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. 22 ദശകത്തിൽ 3 ശ്ലോകം, അജാമിളമോക്ഷം എന്ന കഥയിൽ 3 ശ്ലോകമാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. എല്ലാ ദിവസത്തെയും പോലെ ആദ്യം ശ്ലോകം, പിന്നീട് അതിൻ്റെ അർത്ഥം, വീണ്ടും ശ്ലോകം, അതിനുശേഷം ഭാഷാഗാനമായിരിക്കുന്ന ശ്രീഹരിയം വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ നതോന്നതാവൃത്തത്തിൽ പാടി നമുക്ക് പൊന്നുഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാം സ്ത്രീനഭിലക്ഷയൻ ഭിയാ പുരാമനാത് ത്വൽസ്മൃതിവാസനാബലാത് ജുഹാവ നാരായണ നാമകം സുതം. സാ മൃത്യുകാലേ ഭയങ്കരാൻ ത്രീൻ യമരാജകിങ്കരാൻ അഭിലക്ഷയൻ ഭിയാ പുരാ മനാത് ത്വൽ സ്മൃതിവാസനാബലാത് നാരായണ നാമകം സുതം ജുഹാവ.
അജാമിളനെ കുറിച്ച് പറഞ്ഞു. അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം കാട്ടിൽ പോയതും അവിടെ വെച്ച് കുലടയായൊരു സ്ത്രീയെ കണ്ടതും അവളിൽ അദ്ദേഹത്തിന് നിരവധി പുത്രന്മാരുണ്ടായി. അതിലേറ്റവും ഒടുവിലുള്ള പുത്രനിൽ പ്രത്യേകമായ പ്രിയം ഉള്ളവനായി തീർന്നു അജാമിളൻ എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. അദ്ദേഹത്തിന് ഇപ്പതാ മരണത്തിൻ്റെ സമയമെടുത്തു എന്നാണ്. ഭാഗവതം പറയുന്നു 88 വയസ്സായി. സ മൃത്യുകാലേ ഭയങ്കരാൻ ത്രീൻ യമരാജകിങ്കരാൻ അഭിലക്ഷയൻ ഭിയ. മരിക്കാറായപ്പോൾ അതിഭയങ്കരന്മാരായ 3 യമഭടന്മാര്, കാലദൂതന്മാര്, മനസാ വാചാ കർമ്മണ ചെയ്ത പാപങ്ങളെ തിരിച്ചറിഞ്ഞ് അതിന് ശിക്ഷ കൊടുക്കാൻ വേണ്ടി കയറുമൊക്കെയായിട്ട് യമന്റെ ദൂതന്മാര്, യമന്റെ ഭൃത്യന്മാര്, ഭടന്മാര് 3 പേര് വന്നിരിക്കുന്നു. ഈ സമയത്ത് പുരാമനാത് ത്വൽസ്മൃതിവാസനാബലാത്, അങ്ങയെക്കുറിച്ചുള്ള ആ സ്മൃതി, ഭഗവത് സ്മരണ ഉണ്ടായിരുന്നത് കൊണ്ട്, ആ വാസനാബലം കൊണ്ട് നാരായണനാമകം സുതം ജുഹാവ, നാരായണൻ എന്നു പേരുള്ള ആ മകനെ പേരെടുത്തു വിളിച്ചു. നാരായണനാമകം സുതം ജുഹാവ. ഏറ്റവും താഴെയുള്ള ഉണ്ണിയുടെ പേരാണ് നാരായണൻ, അല്ലേ? ആ നാരായണനോടുള്ള സ്നേഹം കാരണം ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും സദാസമയവും നാരായണ ചിന്തയാണ്. അത് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭഗവാൻ നാരായണനെ കുറിച്ചുള്ള ചിന്തയല്ലെങ്കിൽ പോലും നാരായണ എന്ന് അറിയാതെ ജപിക്കുന്നത് കൊണ്ട്, അപ്പോ ഒക്കെ തിരിക്കുന്ന ഉണ്ണി ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭഗവാൻ എന്ന സങ്കല്പത്തിലല്ല, തൻ്റെ ഒക്കത്തിരുന്നിരുന്ന ഉണ്ണി എന്ന സങ്കല്പേ അജാമിളിനുള്ളൂ. പക്ഷേ ഭഗവാൻ ആ ഓരോ വിളിയും തന്നെ വിളിക്കുന്നതായിട്ട് ആ കാരുണ്യമൂർത്തി കരുതി. അതുകൊണ്ട് ഇതാ പറയുന്നു അവസാനത്തിൽ ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി എന്നാണ് ഭാഗവത പ്രമാണം. അങ്ങനെയെങ്കിൽ മരിക്കുന്ന സമയത്ത് ഭഗവത് സ്മൃതി ഉണ്ടാവുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ കീർത്തനം പാടാൻ സാധിക്കുക, ഭഗവത് സ്വരൂപത്തെ മനസ്സിൽ കാണാൻ സാധിക്കുക, ഇതൊക്കെ ആ പുനരാവർത്തിരഹിതമായിരിക്കുന്ന മോക്ഷത്തിലേക്ക് നമ്മളെ എത്തിക്കും. അജാമിള മോക്ഷം എന്നാണ് ഈ ദശകത്തിന് പേര് തന്നെ കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ അജാമിളോപാഖ്യാനം അല്ലെങ്കിൽ അജാമിള മോക്ഷം. അപ്പോ ഈ രീതിയിൽ ആ മകനെ വിളിക്കുന്നു. ആ വിളി കേട്ട് വിഷ്ണു പാർഷദന്മാർ വന്നു തുടങ്ങിയ രംഗങ്ങളൊക്കെയാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. ഇപ്പോൾ ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലാം, അതിനുശേഷം അതിൻ്റെ ഭാഷാഗാനം, തുടർന്ന് നമുക്ക് സമർപ്പണം ചെയ്യാം. സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാം സ്ത്രീനഭിലക്ഷയൻ ഭിയാ പുരാമനാത് ത്വൽസ്മൃതിവാസനാബലാത് ജുഹാവ നാരായണ നാമകം സുതം. നാരായണ 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 ശ്രീനാരായണ. മരണസമയമായി അജാമിളൻ തൻ്റെ മുന്നിൽ ഭയങ്കര കാലരൂപന്മാരെത്തി. ഭഗവത് സ്മരണയുടെ വാസനാബലത്താൽ ദ്വിജൻ നാരായണനാകും തനയനെ വിളിച്ചു. നാരായണ 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 ശ്രീനാരായണ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.